ഈ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ പൊൻസുദിനം ആയിരം ആയിരം മധുരങ്ങളിൽ നിന്നും ആവേ മരിയ കർമ്മലരാജ്ഞി നീ വാഴുക എന്നിങ്ങനെ അനേകം കീർത്തനങ്ങൾ ഉരുവിടുന്ന ഒരു സുദിനമാണിത്. അമ്മയുടെ തിരുനാൾ മക്കളായ നമ്മളെല്ലാവരെയും സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ പൊൻസുദിനമാണല്ലോ. ഈ കഴിഞ്ഞുപോയ ഒരുക്കത്തിൻ്റെ നാളുകളിലെല്ലാം നമ്മൾ കേട്ടു എന്താണ് കർമ്മല മാതാവിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട ചരിത്രമെന്ന്. ആ ചരിത്രത്തിലേക്കൊന്നും ഈ ദിവസം പ്രത്യേകമായി ഞാൻ കടക്കുന്നില്ല. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ നിങ്ങളോട് ഇന്നത്തെ ദിവസം പറയാനുള്ളൂ. നമ്മൾ സങ്കീർത്തനങ്ങളിൽ ഒരു ഹെഡിങ് ഇങ്ങനെ വായിക്കുന്നുണ്ട്. 144-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: അനുഗ്രഹം ലഭിച്ച ജനത. അനുഗ്രഹം ലഭിച്ച ജനത. നമ്മളെല്ലാവരും ഒരു അനുഗ്രഹത്തിന് വേണ്ടി കാതോർത്ത് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നവരാണ്. അനുഗ്രഹം ലഭിച്ച ജനതയുടെ പ്രത്യേകതയായി 144-ാം സങ്കീർത്തനം 1-ാം തിരുവാക്യം ഇങ്ങനെയാണ് പറയുക: എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കരങ്ങളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. എന്താണ് ആ വചനത്തിൻ്റെ അർത്ഥം? പരിശുദ്ധ അമ്മ മാതാവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ, യുദ്ധം ചെയ്യാൻ എൻ്റെ കരങ്ങളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. അതെ, ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം, നമ്മൾ വിരലുകൊണ്ട് തൊട്ട് ലോകം ഒരു വിരൽത്തുമ്പിലായി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ച് നോക്കുക. യുദ്ധം ചെയ്യാൻ എൻ്റെ കരങ്ങളെ അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. ഒരു യുദ്ധത്തിന്, ഒരു കാഞ്ചി വലിക്കാൻ കരങ്ങൾക്കും വിരലുകൾക്കും ഒരു പരിശീലനം വേണം. അല്ലെങ്കിൽ ഒരു ബോംബിടാൻ ഒരു പരിശീലനം വേണം കരങ്ങൾക്കും വിരലുകൾക്കും ഒക്കെ. എന്തിന്? ചെറിയ ഒരു സൂചി കോർക്കണമെങ്കിൽ പോലും കൈകൾക്കും വിരലുകൾക്കും ഒരു ചെറിയ പരിശീലനം വേണം. കൊച്ചു പ്രായത്തിലെ മുതൽ നാം പരിശീലനം കൊടുക്കുന്നവരാണ്. എന്താണ് വിരലുകൾക്ക് കൊടുക്കേണ്ട പരിശീലനം? എന്താണ് കരങ്ങൾക്ക് കൊടുക്കേണ്ട പരിശീലനം? നമുക്കറിയാം, നാം എല്ലാവരും ജപമാല എവിടെ കരങ്ങളിലെടുത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? യുദ്ധം ചെയ്യാൻ എൻ്റെ കരങ്ങളെ അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. പടപൊരുതാൻ എൻ്റെ വിരലുകൾക്ക് അവിടുന്ന് പരിശീലനം നൽകുന്നു. ഇത് നമ്മൾ പറയാറുണ്ട്, ഒരു ഏകാഗ്രതയും പ്രാർത്ഥനയും കിട്ടുന്നില്ല, നന്നായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്തൊരവസ്ഥയാണ്, എൻ്റെ മക്കളാരും മുട്ടുകുത്തി നിന്ന് ഒരു രഹസ്യത്തിന് പോലും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നില്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് 5 രഹസ്യത്തിന് മുട്ടുകുത്തിയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടുമായിരുന്നു. ഇന്ന് കുഞ്ഞുങ്ങളോടൊക്കെ അങ്ങനെ പറയാൻ പേടിയാണ്. ഇങ്ങനെ പലതരത്തിൽ നമ്മൾ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ നമുക്കൊറ്റ കാര്യം ഒന്ന് ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും നല്ലൊരു പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ട്. എന്തിനെന്നോ? യുദ്ധം ചെയ്യാൻ. അതായത് ജപമാല ജാഗരിച്ച്